തിരുവനന്തപുരം വിളപ്പശാലയിലെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഒരു വ്യക്തിക്ക് ചികിത്സ നിഷേധിച്ചു. അങ്ങനെ ആ വ്യക്തി മരിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ തന്നെ നമ്മൾ കണ്ടു. സത്യം പറഞ്ഞാൽ നമുക്കത് കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കില്ല. ഒരു മനുഷ്യൻ തൻ്റെ പ്രാണന് വേണ്ടി കിടന്ന് പിടയുകയാണ്. ആരും അങ്ങോട്ട് ഓടി വരുന്നില്ല. ആ മനുഷ്യൻ്റെ ഭാര്യ കുറേ നേരം നിസ്സഹായാവസ്ഥയിൽ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, ജീവനക്കാരെ വിളിക്കാൻ ശ്രമിക്കുന്നു. ആരും പുറത്തേക്ക് വരുന്നില്ല. ഗേറ്റൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്, പട്ടി കയറുമെന്നും പറഞ്ഞിട്ട്. പിന്നെ നിങ്ങൾക്കൊരു കാര്യം ചെയ്തുകൂടെ, ആശുപത്രി രാത്രി ഇല്ലയെന്നങ്ങ് എഴുതി വയ്ക്കണം. പിന്നെ ജനങ്ങൾ അങ്ങോട്ട് വരില്ലല്ലോ. കാരണം ഒരു ആവശ്യമുള്ളത് കൊണ്ടാണ് തൊട്ടടുത്തുള്ള ആശുപത്രി എന്നുള്ള നിലയിൽ അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. ഇതിൽ ഏറ്റവും സങ്കടകരമായത് ആ വൈഫിൻ്റെ കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ അവരിനി ജീവിക്കുന്ന കാലം മുഴുവൻ അവരുടെ മനസ്സിലൊരു വേദനയായിരിക്കും. കാരണം അവരുടെ മുന്നിൽ കിടന്നാണ് ആ മനുഷ്യൻ പ്രാണവായുവിന് വേണ്ടി കിടന്ന് പിടയുന്നത്. അപ്പോൾ നമ്മളിനിയിപ്പം ആരോഗ്യമന്ത്രിയോട് MLA യോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് വെച്ചാൽ റിപ്പോർട്ട് കിട്ടട്ടെ, റിപ്പോർട്ട് കിട്ടിയിട്ട് നമുക്ക് നടപടി എടുക്കാനാണ്. എന്ത് നടപടി എടുക്കാനാണ്? ഇത് സ്ഥിരം സംഭവിക്കുന്ന കാര്യമല്ലേ. ഇവരുടെ അനാസ്ഥ കാരണം എപ്പോഴും പൊലിയുന്നത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രി മറ്റ് VIP-കളൊക്കെ പുറത്തു പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. കാരണം അവർക്കറിയാം ഇവിടുത്തെ ചികിത്സകളൊക്കെ ഇങ്ങനെ തന്നെ ഉള്ളൂ എന്ന്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എപ്പോഴും ബലിയാടാകുന്നത് നമ്മൾ സാധാരണക്കാരാണ്. നമുക്കിതിനെതിരെ പ്രതികരിക്കാനും സാധിക്കില്ല.